വന്ദേമാതര ആലാപനം ഇപ്പോൾ വിവാദമായി മാറിയിട്ടുണ്ട്. പ്രേക്ഷകർക്കറിയാം, ബംഗാളിലും അസമിലും ഈ വന്ദേമാതരം അതിന്റെ ഫുൾ സ്റ്റാൻസിൽ ചൊല്ലിയിട്ടില്ല. ബംഗാളിൽ വന്ദേമാതരം ആലപിച്ചിട്ടേയില്ല. തമിഴ്നാട്ടിലും ഈ വന്ദേമാതരം ആലപിച്ചു, പക്ഷേ വലിയ വിവാദമായി മാറി. UDF സർക്കാരിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണരൂപത്തിൽ ആലപിച്ചതിൽ വിവാദം കനക്കുകയാണ്. വന്ദേമാതരം മുഴുവനായി ആലപിച്ചതിൽ ആശങ്കയുണ്ടെന്ന വിമർശനവുമായി മുൻ മന്ത്രി PA മുഹമ്മദ് റിയാസാണ് ആദ്യം രംഗത്തെത്തിയത്. സംഘപരിവാർ ഗൂഢപദ്ധതി കോൺഗ്രസ് നടപ്പാക്കിയെന്ന് SFIയും ആരോപിച്ചു. ഏത് വരികളാണ് റിയാസിനെ അലോസരപ്പെടുത്തിയതെന്ന മറുചോദ്യമാണ് BJP ഉന്നയിക്കുന്നത്. TV പ്രസാദോട് കൂടുതൽ വിവരങ്ങളുമായി. TV പ്രസാദ്, കോൺഗ്രസ് തന്നെ ഈ വന്ദേമാതരത്തിന്റെ ആദ്യത്തെ 2 സ്റ്റാൻസുകൾ മാത്രമാണ്, ഖണ്ഡികകൾ മാത്രമാണ് അംഗീകരിച്ചിട്ടുള്ളത്. അതുമാത്രമാണ് ദേശീയ ഗീതത്തിന്റെ ഭാഗമായി 1950 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഒരു ഓപ്ഷൻ എന്ന നിലയിലാണ്. ദേശീയ ഗാനം പാടുമ്പോൾ ഈ ഗാനവും പാടാം, പക്ഷേ ഇത് മാൻഡേറ്ററി ആയിരുന്നില്ല. വേണ്ടി വന്നാൽ സർക്കാർ ഇടപെടാമായിരുന്നു എന്നുള്ളതാണ് CPMന്റെ വിമർശനം, ഇടതുപക്ഷത്തെ വിമർശനം. അതിൽ ജാഗ്രത കാട്ടിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഹിന്ദു ദേവതകളുടെ കൂടി പേരെടുത്തു പറയുന്ന ഭാഗം, അവിടെ കമലയെക്കുറിച്ചും സരസ്വതിയെക്കുറിച്ചും ദുർഗയെക്കുറിച്ചും ഒക്കെ പറയുന്നത് കൂടി ഇന്നലെ ഈ സത്യപ്രതിജ്ഞാ വേദിയിൽ ആലപിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു വിവാദമായി മാറുകയാണോ? TV പ്രസാദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. ഇപ്പോൾ നിലവിൽ മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം മാത്രമാണ് കാര്യമായി വന്നത്. അതിന് പിന്നാലെ SFIയുടെ പ്രതികരണവും കൂടി വന്നിട്ടുണ്ട്. അത് RSS അജണ്ട കോൺഗ്രസ് നടപ്പിലാക്കുകയാണ് എന്ന നിലയിലാണ് SFIയുടെ പ്രതികരണം വന്നത്. ഏതാണ്ട് അതുപോലെ തന്നെയാണ് മുഹമ്മദ് റിയാസിന്റെയും പ്രതികരണം ഉണ്ടായത്. മുഹമ്മദ് റിയാസ് കൃത്യമായി അതിൽ പറയുന്നത് എന്തിനാണ് മുഴുവൻ ആലപിച്ചത് എന്നുള്ളതാണ്. ആദ്യത്തെ ഈരടികൾ മാത്രമായിരുന്നല്ലോ ആലപിക്കുക, എന്തിനാണ് ഈ മുഴുവൻ ആലപിച്ചത്? ഇതിന് പിറകിൽ ഒരു സംശയമുണ്ട് എന്ന നിലയിലാണ് മുഹമ്മദ് റിയാസ് അതിനോട് പ്രതികരിച്ചത്. അതിന് പിന്നാലെയാണ് SFIയുടെ പ്രതികരണവും വന്നത്. എന്തായാലും തമിഴ്നാട്ടിൽ സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ അവിടുത്തെ വന്ദേമാതരം വലിയ വിവാദമായിരുന്നു. നമ്മളെല്ലാവരും അതറിഞ്ഞതുമാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേരളത്തിലെ വന്ദേമാതരവും സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ വിവാദമാകുന്നത് എന്നതാണ്. ഇതിൽ ഉറപ്പായും മറ്റ് പ്രതികരണങ്ങളും വരാനുള്ള സാധ്യതയുണ്ടായിരുന്നു. കാരണം കേരളത്തിലെ ലോക് ഭവനുമായി ബന്ധപ്പെട്ട് നേരത്തെ സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ളതാണ്. അതിൽ VD സതീശൻ എടുത്ത നിലപാട് അന്ന് ഗവർണർക്കെതിരായ നിലപാടായിരുന്നു. മാത്രമല്ല അന്ന് സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരിൽ ഇടപെടാൻ ഞങ്ങളില്ല എന്ന നിലപാടായിരുന്നു അന്ന് VD സതീശൻ സ്വീകരിച്ചിരുന്നത്. കാരണം അത് വലിയ വാർത്തകൾ വരുമ്പോൾ ആ വാർത്തകൾ മറയ്ക്കാനുള്ള ഒരു ഉപകരണമാക്കി അവരുടെ ഒരു രഹസ്യ അജണ്ടയാണ് അതിൻ്റെ പിറകിൽ എന്നാണ് അന്ന് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. ഇനിയിപ്പോൾ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ലോക് ഭവന്റെ അജണ്ട എങ്ങനെയത് സംസ്ഥാനത്ത് നടപ്പിലാകാൻ പോകുന്നു പുതിയ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ എന്നുള്ളതും ഏറെ പ്രധാനം തന്നെയാണ്. ആദ്യ ദിവസം തന്നെ ഇങ്ങനൊരു വിമർശനം CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം തന്നെ ഉയർത്തിയ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ ഇത്തരം ആരോപണങ്ങൾ കടുക്കാനാണ് സാധ്യത. പക്ഷേ അതിന് BJPക്ക് ഒരു മറുപടി ഉണ്ട്. അരുൺ, V മുരളീധരൻ ചോദിക്കുന്നത് ഏത് ഭാഗമാണ് പ്രശ്നമെന്ന്. അതിൽ നിലപാട് CPIM നിലപാട് വ്യക്തമാക്കാനും V മുരളീധരൻ പറയുന്നുണ്ട്. ഓക്കെ, ഏത് ഭാഗമാണ്? താങ്ക് യു TV പ്രസാദ്. ഏത് ഭാഗമാണെന്ന് V മുരളീധരൻ ചോദിക്കുമ്പോൾ തുംഹി ദുർഗ ദശപ്രഹരണധാരിണി കമലാ കമലദള വിഹാരിണി വാണി വിദ്യാദായിനി നമാമി ത്വാം നമാമി കമലാം അമലാം മാതുലാം സുജലാം സുബലാം മാതരം എന്നുള്ള ഭാഗമാണ് പൊതുവെ ഉയർത്തി കാണിക്കുന്നത്. അത് ഹിന്ദു ദേവതകളുടെ പേരുകൂടി പരാമർശിച്ചുകൊണ്ടുള്ളതാണ്. നിങ്ങൾക്കത് പ്രാർത്ഥനാ ഗാനമായിട്ട് ആലപിക്കാം, പക്ഷേ ഒരു പൊതുവേദിയിൽ നിങ്ങൾക്ക് ഒരു സെക്കുലർ വേദിയിൽ ആലപിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് മറുപക്ഷം ചോദിക്കുന്ന ചോദ്യം. അപ്പോൾ എന്തായാലും ഇതിലൊരു ജാഗ്രതക്കുറവ് സംഭവിച്ചു എന്നുള്ളതാണ്. പ്രോട്ടോകോൾ വകുപ്പിനെ അറിയിക്കുന്ന സമയത്ത് ഏതൊക്കെ ഭാഗങ്ങളാണ് പാടുക എന്നുള്ള വിവരമടക്കം കൃത്യമായിട്ട് അറിയിക്കും. അങ്ങനെയാണ് അതിൻ്റെ രീതി. അതല്ലെങ്കിൽ സംശയമുണ്ടെങ്കിൽ അങ്ങോട്ട് ചോദിക്കണം. നമ്മൾ ഈ 2 സ്റ്റാൻസയാണ് പാടുക അല്ലെങ്കിൽ ആലപിക്കുക എന്നത് പറയുക. അതിനെന്തെങ്കിലും ലോക് ഭവന് വിയോജിപ്പുണ്ടെങ്കിൽ അതിനോട് രാഷ്ട്രീയമായിട്ടുള്ള പ്രതികരണമാണ് വേണ്ടിയിരുന്നത്. പക്ഷേ അതൊന്നും ഇന്നലെ സംഭവിച്ചില്ല. ഇനി അത് സർക്കാർ കൂടുതൽ ശ്രദ്ധിക്കും. നിലവിലുള്ള വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ വന്ദേമാതരം മാത്രമല്ല, ഭാരതാംബയുടെ ചിത്രമടക്കം വലിയ രീതിയിൽ വിവാദമായൊരു നാടാണ് എന്നത് ഓർമ്മിക്കണം. അതിൻ്റെ പേരിൽ ഗവർണറുമായിട്ട് എത്ര കാലമായിരുന്നു പോര്, അല്ലേ?